ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ പടയ്ക്ക് പുറപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായി. ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇന്റർവ്യൂ ഒരുപക്ഷെ എല്ലാ മലയാളികളും എല്ലാ രാഷ്ട്രീയം താല്പര്യമുള്ളവരും വായിക്കേണ്ടതുള്ളതാണ്. അതിശക്തമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിച്ച് ചെയ്ത് നേതൃത്വത്തിനു വേണ്ടി ശശി തരൂർ മുന്നിട്ടിറങ്ങി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ തരൂർ സാർ പലപ്പോഴും അങ്ങനെ ആക്റ്റീവായി തന്നെ മുമ്പോട്ട് വരികയല്ല, വളരെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ ഡയറക്റ്റ് ആയി തന്നെ ശ്രീ ശശി തരൂർ കേരളത്തിൽ ആബ്സെൻസ് ഓഫ് എ ലീഡർ ഇൻ കേരളാസ് കോൺഗ്രസ്, അതായത് കേരളത്തിലെ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരു ലീഡർ ഉണ്ട്, എല്ലാവരെയും കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ ബേസ് എക്സ്പാൻഡ് ചെയ്യണം. വളരെ ഗംഭീരമായ ഇന്റർവ്യൂ ആണ്. ലിസ് മാത്യുവിനാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ നൽകിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആ ഇന്റർവ്യൂ വായിക്കേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. അതിന്റെ പ്രധാന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകാം. അദ്ദേഹം അതിൽ ശക്തമായി പറയുന്നുണ്ട്, കോൺഗ്രസിന് തന്റെ സർവീസ് ആവശ്യമില്ലെങ്കിൽ, തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് ബുക്ക് ടൂർസും മറ്റു ഓപ്ഷൻസും ഉണ്ട്. താൻ കംഫോർട്ടബിളി അമേരിക്കയിൽ ഒരു ജീവിതം നയിക്കുകയായിരുന്നു. തന്നോട് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞിട്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് തുടങ്ങി വളരെ ശക്തമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ശ്രീ ശശി തരൂർ അതിശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. 4 തവണ താൻ തിരുവനന്തപുരത്തെ MP ആയതാണ്. താൻ രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ അടുത്തിടയ്ക്ക് നരേന്ദ്രമോദിയെ പ്രശംസിച്ചതും LDFനെ പ്രശംസിച്ചതും ശ്രീ MP മന്ത്രി രാജീവിനെ പ്രശംസിച്ചതും ഒക്കെ അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അതിശക്തമായ രീതിയിൽ അദ്ദേഹം നിലപാട് ഉയർത്തുകയാണ്. കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ 19% ഒക്കെയാണ് വോട്ടുകൾ ഉള്ളത്. ഒരു അഡീഷണൽ 26-27% വോട്ടുണ്ടെങ്കിലേ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. നിഷ്പക്ഷരായവരുടെ, സെൻട്രിസ്റ്റുകളുടെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയോടും പ്രത്യേക ലീൻ ചെയ്ത് നിൽക്കാത്തവരുടെ വോട്ടൊക്കെ ആവശ്യമാണ്. അത് താനാണ് നേടാൻ യോഗ്യൻ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ശ്രീ ശശി തരൂർ അംഗം കുറിച്ചിരിക്കുകയാണ്, പടക്കിറങ്ങിയിരിക്കുകയാണ്. ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾക്ക് തീർച്ചയായും താഴെ കമന്റ് ചെയ്യാം. കോൺഗ്രസിൽ നല്ല നേതാക്കളുണ്ട്. ശ്രീ ശശി തരൂർ ഉണ്ട്, ശ്രീ VD സതീശൻ ഉണ്ട്, ശ്രീ രമേശ് ചെന്നിത്തല പോലൊരു പ്രഗത്ഭനായ കഴിഞ്ഞ ആഭ്യന്തരമന്ത്രിയുണ്ട്. VD സതീശൻ സാറിനെ പോലെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവുണ്ട്. ദേശീയ തലത്തിൽ പോലും അതിശക്തനായ ശ്രീ KC വേണുഗോപാൽ, ശ്രീ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുണ്ട്. ശ്രീ മുരളീധരൻ ജി, നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രബലനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ കരുണാകരൻ സാറിന്റെ മകനും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിന്നാലും പോരാട്ടവും ജയവും ഒക്കെ സാധ്യമായ ശ്രീ K മുരളീധരനുണ്ട്. അങ്ങനെ അതിശക്തരായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ 5 നായന്മാരാണ് യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിന്റെ ഒരു ഇക്വേഷൻ. അതായത് അത് വളരെ കോംപ്ലക്സ് ആണ്. കേരളത്തിന്റെ സാമുദായിക, ജാതി, മത ബേസും ഒക്കെ വെച്ച് വീണ്ടും ഒരു നായർ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ് ആണ് മുമ്പിൽ. അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല, പക്ഷെ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ സെക്കുലർ നായർ, അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ കഴിയുന്ന നായർ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. ശ്രീ തരൂർ 2026 അസംബ്ലിയിൽ ഒരുപാട് ഇൻഡിപെൻഡന്റ് ഏജൻസീസ് നടത്തിയ സർവേകളിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ലീഡർഷിപ്പ് സ്റ്റേക്സിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും താനാണ് വളരെ മുന്നിൽ എന്ന് പറയുകയും അതിശക്തമായ രീതിയിൽ ഇത് വരികയും ചെയ്തു. ഇത്തവണ ശ്രദ്ധിച്ചില്ലെങ്കിൽ 3ാം തവണയും കോൺഗ്രസും UDFും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ ഇന്റർവ്യൂ വളരെ രാഷ്ട്രീയ സർക്കിൾസിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് മുമ്പൊക്കെ തരൂർ സാറ് അതായത് അത്ര ഡയറക്റ്റ് ആയിട്ടല്ല, വളരെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും അദ്ദേഹം മത്സരിച്ചു. അപ്പൊ അദ്ദേഹമാണ് ജയിക്കേണ്ടിയിരുന്നത്. അവസാന നിമിഷം മല്ലികാർജുന ഖാർഗെ എന്ന വ്യക്തിയെ കൊണ്ടുവരികയും അദ്ദേഹം ദളിത് കാർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ കോൺഗ്രസ്സുകാർ കളിക്കുകയും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്തിക്കുന്നത് പറഞ്ഞു. തരൂറിനെ തടയാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്, അല്ലാതെ വേറെ അതിൽ ജാതിയും മതമൊന്നുമില്ല. അതൊരു ബാലൻസിങ് സ്ട്രാറ്റജിയാണ്. അങ്ങനെ ശശി തരൂർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച് വളരെ ശക്തമായി വോട്ട് നേടിയ ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ ഇത് വളരെ രസമാണ്. അതായത് രമേശ് ചെന്നിത്തലാജിക്കൊക്കെ ശ്രീ ശശി തരൂരിനോട് കൂടുതൽ എളുപ്പമുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഉള്ളിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശ്രീ സതീശൻ ജി കുറച്ചൊരു ലെഫ്റ്റ് ലിബറൽ നെഹ്റൂവിയൻ സ്റ്റാൻഡാണ് പലപ്പോഴും എടുക്കുന്നത്. ഇപ്പൊ അദ്ദേഹം എല്ലാവർക്കും സ്വീകാരനാകാൻ കൂടെ വേണ്ടിയിട്ടാണ് ശബരിമലയിൽ പോകുന്നതും ശബരിമലയിൽ പോകുന്നതിന്റെ ചിത്രമൊക്കെ എടുത്തിരുന്നത്. പുള്ളി എത്തുന്ന ഒരു നെഹ്റൂവിയൻ ലിബറൽ സ്ഥാനമാണ് എടുത്തിരുന്നത്, നമ്മുടെ VT ബൽറാമിനെ പോലെ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ. എന്നാൽ ശ്രീ രമേശ് ചെന്നിത്തലാജി സമുദായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന NSSനോടും മുസ്ലിം സംഘടനകളോടും ക്രിസ്ത്യൻ സംഘടനകളോടും ചേർന്ന് നിൽക്കുന്ന
ഒരു സമീപനമാണ് എടുക്കുന്നത്. സെന്റർ റൈറ്റ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു സമീപനമാണ് എടുക്കുന്നത്. ശ്രീ KC വേണുഗോപാൽ അതിശക്തനായി ദേശീയ തലത്തിൽ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള വ്യക്തിയാണ്. ഹി ഹാസ് ഇയേഴ്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് രാഹുൽ ഗാന്ധി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ശ്രീ K മുരളീധരൻ, ലീഡറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കേരളത്തിൽ എവിടെ നിന്നാലും വലിയൊരു ജനക്കൂട്ടം ശ്രീ മുരളീധരനെ തേടി വരുമെന്നുള്ളതും എവിടെയും ഒരു പടക്കുതിരയായിട്ട് ഇറക്കാൻ കഴിയും. ബാക്കി ചില ആൾക്കാർക്ക് തിരുവിതാംകൂറിൽ നിന്നാൽ പലപ്പോഴും മലബാറിൽ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ സ്വാധീനം ഉണ്ടാവില്ല. കൊച്ചി നിൽക്കുന്നവർക്ക് മലബാറിലോ തിരുവിതാംകൂറിലോ സ്വാധീനം ഉണ്ടാവില്ല. അപ്പം കൊച്ചി മലബാർ മേഖലകളിൽ വലിയ സ്വാധീനമുള്ള ആളാണ് ശ്രീ K മുരളീധരൻ ജി. എന്നാൽ ശശി തരൂറിന് ഒരു പാൻ ഇന്ത്യൻ പ്രസൻസും പാൻ ഗ്ലോബൽ പ്രസൻസും ഒക്കെ ഉണ്ട്. ആ രീതിയിൽ അതിശക്തമായ ഒരു കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് ശ്രീ ശശി തരൂർ മീറ്റ് ചെയ്യുകയും ചെയ്തു. അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. ശശി തരൂറിനെ വിമർശിക്കുകയോ അനുകൂലിക്കുകയോ ഒന്നും വേണ്ടെന്നാണ് പാർട്ടി ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് അറിയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വേറൊരു വിഷയം കൂടിയുണ്ട്. അതായത് NSS അടക്കമുള്ള സാമുദായിക സംഘടനകൾക്ക് ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പൊ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ NSS വിളിക്കുന്നു, ക്രിസ്ത്യൻ സഭകൾ വിളിക്കുന്നു, മുസ്ലിം സംഘടനകൾ വിളിക്കുന്നു. അപ്പോ അതിശക്തമായ ഒരു ഫൈറ്റാണ് നടക്കുന്നത്. അപ്പോൾ ശ്രീ ശശി തരൂർ തന്റെ ആ സ്പേസും കൂടെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആ റൈറ്റ് ലീനിങ് സ്പേസ് വീണ്ടും കൺസോളിഡേറ്റ് ചെയ്യുന്നത് കണ്ട് ശ്രീ ശശി തരൂറിനെ ആയിരുന്നു ആദ്യം മുസ്ലിം ലീഗും ക്രിസ്ത്യൻ സംഘടനകളും ഒക്കെ ഉയർത്തിക്കാട്ടിയത്. ശശി തരൂർ സാറിന് 4 തവണ MP ആയി. ശശി തരൂർ സാറിനും ബോറേജ് കാണും ഒരു പരിധിക്കപ്പുറം. അപ്പൊ എന്തായാലും കോൺഗ്രസിലെ ആ രാഷ്ട്രീയം വളരെ പോസിറ്റീവായി ചൂടുപിടിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പരസ്പരം പാരവെക്കുന്ന, പരസ്പരം നശിപ്പിക്കുന്ന രീതിയിലാകരുത് എന്നുള്ളതാണ്. CPM-ൽ പോലുമുള്ള വലിയൊരു വിഭാഗം ഇടതുപക്ഷ അനുഭാവികൾ പോലും ഒരുപക്ഷെ ഒരു ഭരണമാറ്റം വേണം, 3 തവണയൊന്നും അടുപ്പിച്ച് ഭരിക്കേണ്ട, 2 തവണ ഭരണം കഴിഞ്ഞ് നല്ല ഒരാൾ വരികയാണെങ്കിൽ പുള്ളി ഭരിക്കട്ടെ കോൺഗ്രസിന്റെ എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. അപ്പൊ ആ എനർജി കുറച്ച് ലോ ആണ്. എനർജി മറ്റൊരാൾ വന്നാലും തെറ്റില്ല, ജനാധിപത്യത്തിന്റെ പ്രോസസ്സിൽ മാറി മാറി വരുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഇടതു മനസ്സുള്ളവരുണ്ട്. അവരടക്കം ശശി തരൂറിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ശശി തരൂർ വേഴ്സസ് രമേശ് ചെന്നിത്തല വേഴ്സസ് VD സതീശൻ വേഴ്സസ് KC വേണുഗോപാൽ വേഴ്സസ് ശ്രീ മുരളീധരൻ, ആരാണെങ്കിലും അതിശക്തരായ രീതിയിൽ ഇവർ മുമ്പോട്ട് വരട്ടെ. കോൺഗ്രസിന്റെ പരസ്പരം പാരവെക്കുന്ന രീതിയിലുള്ള എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്ക് കിട്ടണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറട്ടെ. ഏത് രീതിയിൽ ഇത് മാറുമെന്ന് അറിയില്ല. ശശി തരൂർ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ കോഴിക്കോട് രാഘവൻ സാറും മുസ്ലിം ലീഗും ഒക്കെ ആയിരുന്നു. മുസ്ലിം ലീഗ് ഇപ്പൊ സ്റ്റാൻഡ് എന്താണെന്ന് അറിയില്ല, വ്യക്തമല്ല. അവർക്കും ഒരുപക്ഷെ ശശി തരൂരിനെ പോലെ വിശ്വപൗരനെ താല്പര്യം കാണും. കോൺഗ്രസിലെ അല്ലെങ്കിൽ UDF-ലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും മുസ്ലിം അടിസ്ഥാനമുള്ള മുസ്ലിം ലീഗും ക്രിസ്ത്യൻ ബേസ് കൂടുതലുള്ള കേരള കോൺഗ്രസിന്റെ ഒക്കെ സ്റ്റാൻഡ് പ്രധാനമാണ്. അപ്പൊ ശശി തരൂറിന് മിഡിൽ ക്ലാസിനെ റാലി ചെയ്യാൻ കഴിയും. ശശി തരൂർ മുഖ്യമന്ത്രിയാകണോ? എന്താണ് നിങ്ങളുടെ താല്പര്യം? കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി നിങ്ങൾക്ക് ആരെ കാണാനാണ്? പ്രസ്യൂമിങ് ദാറ്റ് UDF വിൻസ്, അല്ലെങ്കിൽ LDF ജയിക്കുകയാണെങ്കിൽ വീണ്ടും ശ്രീ പിണറായി വിജയൻ ആദ്യ കുറച്ചു കാലവും മറ്റാരെങ്കിലും ആയിരിക്കും പിന്നീട് വരിക. ഗോവിന്ദ മാസ്റ്ററോ അല്ലെങ്കിൽ റിയാസോ ഒക്കെ ആയിരിക്കും പിന്നീട് ശക്തമായ സ്ഥാനങ്ങളിലേക്ക് വരിക. കോൺഗ്രസ് വിജയിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. ആണെങ്കിൽ ആരെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം? ശ്രീ ശശി തരൂർ ആണോ? ശ്രീ രമേശ് ചെന്നിത്തലയാണോ? ശ്രീ VD സതീശനാണോ? ശ്രീ KC വേണുഗോപാൽ ആണോ? ശ്രീ മുരളീധരൻ ജിയാണ്? ആരാണെന്നുള്ളത് പറയുക. എന്തായാലും കേരളീയ രാഷ്ട്രീയം ഒരു വർഷത്തിനുള്ളിൽ പുതിയൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള, അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള യാത്രയിലാണ്. അത് ആർക്കാണ് എന്ന് കാത്തിരുന്ന് കാണുന്നത് കൗതുകം തന്നെ.